2026 ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീന ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഏഞ്ചൽ ഡി മരിയ എന്ന മാലാഖയെ തന്നെയാണ്. എന്തായിരുന്നു ഡി മരിയയുടെ പ്രത്യേകത അർജന്റീനയുടെ കുപ്പായത്തിൽ? ഒരു ബിഗ് ഗെയിം പ്ലെയർ എന്ന് തന്നെ നമുക്ക് നിസ്സംശയം വിളിക്കാൻ കഴിയുന്ന ഒരു താരമായിരുന്നു ഡി മരിയ. ഒളിമ്പിക് ഗെയിമിലെ ആ വിജയ ഗോൾ, 2021 കോപ്പ അമേരിക്കയിൽ നേടിയ ഒരു ഉഗ്രൻ ഗോൾ, 2022 ഫൈനൽ സെമിയിൽ അതേ രീതിയിൽ തന്നെ ഇറ്റലിക്കെതിരെ നേടിയ ഒരു ഗോൾ, 2022 ഫിഫ വേൾഡ് കപ്പ് ഫൈനലിൽ ഒരു ഗോളും ഒരു പെനാൽറ്റിയും വിൻ ചെയ്യുന്നു. ഇതിൽ പരം ഒരു ബിഗ് ഗെയിമിൽ ക്രൂഷ്യലായ റോള് എന്ത് നിർവഹിക്കണം ഡി മരിയ? 15 വർഷമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു ലിയോണൽ മെസ്സിയും ഏഞ്ചൽ ഡി മരിയയും. ലിയണൽ മെസ്സി നൽകുന്ന ഒരു പാസ് ഡി മരിയ എവിടെയാണെന്ന് ശരിക്കും കാണേണ്ട ആവശ്യമില്ല. ലിയണൽ മെസ്സിക്ക് അത്തരത്തിലുള്ള ഒരു കെമിസ്ട്രി ലിയണൽ മെസ്സിയും ഡി മരിയയും തമ്മിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, ലിയണൽ മെസ്സിയിലുള്ള പ്രഷർ, ആ ഡിഫൻസീവ് പ്രഷർ അത് കുറച്ചു കൊടുത്തിരുന്നതും ഡി മരിയാണ്. അതിന് കാരണം ഡി മരിയ ഒരു ഭാഗത്ത് ഫ്രീ സ്പേസ് ഉള്ളപ്പോൾ എതിരാളികളെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഒരുപാട് ഡിഫൻസിന് ലയണൽ മെസ്സിയിൽ മാത്രം കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ സമയത്ത്. അഥവാ ലയണൽ മെസ്സിയിൽ മാത്രം ഡിഫൻസ് ഒരുപാട് കേന്ദ്രീകരിക്കുമ്പോൾ ഫ്രീ സ്പേസിലൂടെ അറ്റാക്ക് ചെയ്ത് ഗോൾ കണ്ടെത്തിയിരുന്നു ഏഞ്ചൽ ഡി മരിയ. ലെഫ്റ്റ് ഫ്ലാങ്കിൽ നിന്നും വളരെ വേഗം സെൻട്രൽ റീജിയനിലേക്ക് ഒരു ആംഗിൾ കട്ടിംഗ് എപ്പോഴും ഡി മരിയ ചെയ്യാറുണ്ട്. ഒരു രണ്ടോളം ഡിഫൻസിനെ എപ്പോഴും ആ വശത്തേക്ക് ആകർഷിക്കുന്ന, ഒരു കാന്തം പോലെ ആകർഷിച്ച് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഏഞ്ചൽ ഡി മരിയ എന്നുള്ളത് ഒരു വലിയ കാഴ്ച തന്നെയായിരുന്നു. 2024 കോപ്പ അമേരിക്കയ്ക്ക് ശേഷം തന്റെ ഇന്റർനാഷണൽ കരിയർ അവസാനിപ്പിച്ച ഏഞ്ചൽ ഡി മരിയ ഒരു വലിയ നഷ്ടമാണ് എന്നും അർജന്റീനയ്ക്ക്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായും ഡ്രോപ്പ് ഇൻ ദ കമന്റ് ബോക്സ്.